അപ്പോൾ ഈ പാതിരാത്രിക്ക് ഭൂതത്താങ്ങളെപ്പോലെ ഞങ്ങൾ നടന്ന് എങ്ങോട്ടാണെന്നില്ലേ, പരുമലപ്പള്ളിയിലെ പെരുന്നാൾ കാണാൻ പോവാണ്. നമ്മൾ പള്ളിയിലൊന്നും കയറില്ല, ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങി കണ്ട് കടയിലൊക്കെ കയറിയിട്ട് നമ്മൾ വരും. അപ്പോൾ നമ്മൾ നടന്നാണ് പോയത്. നമ്മൾ പരുമല, ഇതാണ് പരുമല. നമ്മൾ പരുമല പാലമൊക്കെ കയറി ചെന്ന് കയ്യിരിക്കുന്ന സാധനമില്ലേ, കൊച്ചുകുരുപ്പൻ, അവനാണെങ്കിൽ ആ ബലൂൺ കണ്ടപ്പോൾ വേണമെന്നും പറഞ്ഞവിടെ കിടന്ന് വഴക്കുണ്ടാക്കി, ബോധക്ഷയം വന്നവന്. ഇതിനു മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ അത് കൊച്ചപ്പ വാങ്ങിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കുഞ്ഞിന് വളരെയേറെ സന്തോഷവും സമാധാനമൊക്കെ വന്നു. പിന്നെ അത് ആരുടെയും കൈ കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന്, ഇതിൻ്റെ പേരെന്തോന്നും എനിക്കറിയില്ല, ഞാൻ തിന്നതില്ല, അവർ തന്നെ. എനിക്ക് ഈ സാധനമൊന്നും ഇഷ്ടമല്ല. പിന്നെ അവൻ അതിന് അവിടെ കിടന്ന് അടിയുണ്ടാക്കി അതിന് അവൻ്റെ കൈ കൊടുക്കാൻ. പിന്നെ ചട്ടിയും കാലമൊക്കെ നോക്കി, ഇവിടെ മൊത്തം നോക്കിയാലും ഈ സാധനമാണ്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ കയറിയില്ല അന്ന്. ഞങ്ങൾ ഹോസ്പിറ്റലിനവിടെ, പരുമല ഹോസ്പിറ്റലിനവിടെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു, അത് കാണാൻ ഞങ്ങൾ നടന്ന് പോയി. ദാഹിച്ചപ്പോഴത്തേക്കൊരു നാരങ്ങ വെള്ളമൊക്കെ അവിടെ നിന്ന് കുടിച്ച് പിന്നെ അവൻ്റെ അപ്പൻ്റെ തലയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് ആ ലൈറ്റ് ഷോ, കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇത് പള്ളിയുടെ രൂപത്തിൽ അവർ പണിത് വെച്ചതാണ്. ഇത് ശരിക്കും പരുമല പള്ളിയുടെ പാർക്കിംഗ് ഏരിയയിലാണ് ഇത് നടക്കുന്നത്. അപ്പം കാണാത്തവരൊക്കെ പോയി കാണണമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വീഡിയോ ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് എഡിറ്റ് ചെയ്തിടുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പല തീമിലാണ് വന്നത്. പിന്നെ ഇത് ഹോസ്പിറ്റലിൻ്റെ അകമാണ്. ഹോസ്പിറ്റലിൻ്റെ അകം കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും, എന്ത് രസം അതിൻ്റെ അകം, നല്ല രസമില്ല കാണാൻ. അതിൻ്റെ അകത്ത് തന്നെ ഒരു ചർച്ചുണ്ട്, ഇത് ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ. അവിടെയൊക്കെ കണ്ട് പിന്നെ അതിൻ്റെ അകത്തൂടെയൊക്കെ ഞങ്ങൾ നടന്ന് ഇത് ലൈറ്റ് വർക്കൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ മിക്കവരും പോകുന്നത് അത് കാണാനാണ്. പിന്നെ വീട്ടിൽ വന്ന് കണ്ടോ, ഇരുന്ന് ലേസ് കഴിക്കുന്നത്, എൻ്റെ ലേസ് തട്ടിപ്പറിച്ചിരുന്ന് കഴിക്കുന്ന രംഗമാണ് കാണുന്നത്. എന്ത് സാമർത്ഥ്യമെന്നാണ് ഞാൻ ഓർക്കുന്നത്. കൊച്ചച്ഛനല്ലേ, പിന്നെ ഞാനങ്ങ് ക്ഷമിച്ച്. പിന്നെ എല്ലാവരും പോയ ക്ഷീണത്തിൽ വന്നിരിക്കുകയാണ്. വിശന്ന് പണ്ടാരവടങ്ങിയാണ് കയറി വന്നത്. പിന്നെ ചോറുമൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബായ്.